അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്താണ് സൂഫിസം അഥവാ തസവുഫ്? ആത്മീയ ഉൾവിളി ജാതിമത ഭേദമന്യേ ഓരോ വ്യക്തിയും അന്തർലീനമാണ്. ഭൗതിക ലോകത്തിനും അപ്പുറമുള്ള ഒരു തലം അനുഭവിക്കാനും തൻ്റെ ആത്മീയമായ സത്തയെ അറിഞ്ഞു അതിലേക്ക് തിരിച്ചു പോകാനുമുള്ള ഒരു വാസനയാണത്. ചിലർക്ക് ആ വാസന കൂടിയ അളവിൽ ഉണ്ടായിരിക്കും, മറ്റു ചിലർക്ക് തീരെ ചെറിയ തോതിൽ മാത്രമായിരിക്കും. ചില വ്യക്തികൾ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ ഉൾപ്രേരണയെ വികസിപ്പിക്കാനും പരിവർത്തനം ചെയ്യാനും അവസരം ലഭിക്കുന്നു. എന്തായാലും ഈ പ്രവണത എല്ലാ മനുഷ്യരിലും പൊതുവായി ഉണ്ട്. പ്രകൃതിദത്തമായ ഈ പുരാതന മനുഷ്യവാസനയോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് സൂഫിസം അഥവാ തസവുഫ്. സൂഫിസം ഇലാഹി പ്രണയവഴി. സൂഫിസം അനുഭവിക്കേണ്ടതായതിനാൽ വായിച്ചോ കേട്ടോ മനസ്സിലാക്കുന്ന ഒന്നല്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂഫിസം പഠിക്കുക എന്നത് അന്ധൻ പുൽമേടുകളോ ജലപ്രവാഹമോ തൊട്ടറിയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത്രേ നമുക്ക് മനസ്സിലാവൂ എന്ന് സാരം. ഇഹ്സാൻ കരഗതമാക്കൽ ഇമാമിൻ്റെയും ഇസ്ലാമിൻ്റെയും പൂർത്തീകരണത്തിന് അനിവാര്യമായതിനാൽ നാം ഏവരും ഇഖ്ലാസിലൂടെ അല്പാൽപമായെങ്കിലും സൂഫി ലോകത്തേക്ക് പ്രവേശിച്ചേ പറ്റൂ. സൂഫിസം ഒരു പ്രണയ ലോകമാണ്. തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിനെ അറിഞ്ഞ് ലോകത്തെ മറ്റെന്ത് വസ്തുവിനെയും കാണാത്ത വിധം അവനിൽ മാത്രം വിലയം പ്രഖ്യാപിച്ച് അവനിൽ അലിഞ്ഞു ചേരുന്ന പ്രക്രിയ. എൻ്റെ പ്രാർത്ഥനയും ജീവിതവും മരണവും എല്ലാം നിനക്ക് മാത്രം, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം എന്ന ബോധത്തിലേക്ക് വ്യക്തി വളരുക. ഭൗതികമായ യാതൊരു മോഹവുമില്ലാതെ അഹന്ത, അസൂയ, വിദ്വേഷം, പക, ധനാർത്തി, പ്രസിദ്ധി, മോഹം ഇവയെല്ലാം കഴുകി വെളുപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരണം ചെയ്താൽ ഹൃദയം തെളിഞ്ഞ് ഇലാഹി പ്രകാശം പതിക്കും അവിടെ. അങ്ങനെ അല്പാൽപമായി ഇലാഹിനെ ബോധിക്കാനും അവനിലേക്ക് അടുക്കാനും കഴിയും. സ്വതന്ത്രമായ ആത്മാവ് എന്നും ആ ഇലാഹിനെ കൊതിക്കുന്നുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്തിയാൽ കുഞ്ഞ് അമ്മയിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് പോലെ, വിരഹമേറ്റ പ്രണയിനികൾ തിരിച്ചെടുക്കാൻ കൊതിക്കും പോലെ ആത്മാവ് ഇലാഹിൽ ചേരാൻ കൊതിക്കുന്നുണ്ട്. പക്ഷേ ഭൗതികമായ ആഗ്രഹങ്ങളും നൈമിഷികമായ ഇച്ഛകളും സമൃദ്ധമായ പൈശാചികമായ സ്വാധീനം ഏറെയുള്ള ഭൗതിക ജഡത്തിലേക്ക് നിഷ്കളങ്ക ആത്മാവ് പ്രവേശിക്കപ്പെട്ടപ്പോൾ ആത്മാവ് ശരീരത്തിനൊത്ത് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. എന്നാലും അടിസ്ഥാനപരമായി ഏത് മനുഷ്യനും ഒരു ആത്മദാഹമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അത് ഈ ആത്മാവിന്റെ തിരിച്ചുപോക്കിനുള്ള വിരഹവേദനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഈ തിരിച്ചുപോക്കിന് വഴിയൊരുക്കുവാനാണ് ഭൗതിക മോഹങ്ങളെ കൊന്നൊടുക്കി സ്ഫുടം ചെയ്ത് ആത്മാവിനെ വിമലീകരിക്കാൻ നാം ഒരുമ്പിടേണ്ടത്. അതിനുള്ള മാർഗമാണ് സൂഫിസം. എന്താണ് മതമെന്ന് പഠിപ്പിക്കാൻ ഒരിക്കൽ വിശുദ്ധ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം സ്വീകരിച്ച് നബി തങ്ങളുടെ സമീപം വരികയുണ്ടായി. ആദ്യമായി ചോദിച്ചു, എന്താണ് ഈമാൻ? തുനബി പ്രതിവചിച്ചു, ഏകദൈവമായ അള്ളാഹുവിലും അവന്റെ കിതാബിലും പ്രവാചകൻ, മാലാഖമാർ തുടങ്ങിയവയുടെ അസ്തിത്വത്തിലും ഖിയാമത്തിനാൾ സംഭവിക്കും, നന്മയും തിന്മയുമായ എന്തും സൃഷ്ടാവിൽ നിന്നാണ് തുടങ്ങിയവയിലുള്ള വിശ്വാസം. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം, എന്താണ് ഇസ്ലാം? പ്രവാചകൻ, 2 ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് ചൊല്ലൽ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം, എന്താണ് ഇഹ്സാൻ? നീ നിന്റെ റബ്ബിനെ കാണുന്നുണ്ടെന്നുള്ളതുപോലെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടെന്നുള്ള ആത്മീയ ബോധം കൈവരിക്കുക. അതായത് ഈ ഈമാനും ഇസ്ലാമും ഇഹ്സാനും അടങ്ങുന്നതാണ് പരിപൂർണ ഇസ്ലാം. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തി മതം പൂർണ്ണമാവില്ല. ഇതിൽ അടിസ്ഥാനപരമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഈമാനിനെ കുറിച്ചുള്ള പഠന വിഭാഗമാണ് ഇൽമുൽ കലാം, വിശ്വാസശാസ്ത്രം. ശാഖപരമായ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനമാണ് ഇൽമുൽ ഫിഖ്, കർമ്മശാസ്ത്രം. ഇഖ്ലാസ് കൈവരിക്കാനും സ്വഭാവം ശുദ്ധീകരിക്കാനുമുള്ള ഇഹ്സാനെ കുറിച്ചുള്ള പഠനമാണ് ഇൽമു തസവുഫ്, സ്വഭാവശാസ്ത്രം, സൂഫിസം. ഇതിൽ ആദ്യ 2 ഭാഗങ്ങളായ ഈമാനിലും ഇസ്ലാമിലും ഏതാണ്ട് എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കുമെങ്കിലും മൂന്നാമത്തെ ഇഹ്സാൻ പൂർണ്ണമായി കരഗതമാക്കാൻ കൃത്യമായ ചിട്ടവട്ടങ്ങളിൽ ദീർഘ തപസ്സും ധ്യാനവും ത്യാഗവും അനിവാര്യമാണ്. എങ്കിലും അതിലെ പ്രാഥമിക പടികൾ നിയ്യത്ത് നന്നാക്കി കൈവരിക്കുന്നതിലൂടെ എല്ലാവർക്കും കഴിയുകയും അത് നേടൽ എല്ലാവർക്കും ബാധ്യതയുമാണ്. ഈ ഇഹ്സാൻ പൂർണ്ണമായി കൈവരിച്ച ന്യൂനപക്ഷമാണ് യഥാർത്ഥ സൂഫികൾ. സൂഫിസം എന്ന വാചകം എങ്ങനെ വന്നുവെന്നതിനെ ചൊല്ലി നിരവധി ചർച്ചകളുണ്ട്. തിരുനബിയുടെ ആത്മശിഷ്യരെ സൂചിപ്പിച്ച അഹ്ലു സുഫയിൽ നിന്നാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു.
വിശുദ്ധി, സംസ്കരണം, നിഷ്കളങ്കത എന്നൊക്കെ അർത്ഥം വരുന്ന സൊഫായ് എന്ന പദത്തിൽ നിന്നാണ് ഈ പദത്തിന്റെ നിഷ്പത്തി എന്ന് മറ്റൊരഭിപ്രായം. ചില ഓറിയന്റലിസ്റ്റുകൾ സോഫി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണെന്ന് പറയുന്നു. എന്നാൽ പ്രബലമായ അഭിപ്രായം കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫി എന്ന വാക്കിൽ നിന്നാണ്. ഭൗതിക മോഹങ്ങൾ പരിത്യാജിച്ച് അതിലാളിത്യം നിറഞ്ഞ തോൽവസ്ത്രം ധരിക്കുന്നത് ഇത്തരക്കാരുടെ പതിവായിരുന്നു. പ്രവാചകന്മാരുടെയും സ്വഹാബാക്കളുടെയും ചരിത്രത്തിലും തോൽവസ്ത്രം കൊണ്ട് മതിയാക്കിയവരെ നമുക്ക് കാണാം. എന്താണ് സൂഫിസം എന്ന് നിർവചിക്കാൻ പലരും ശ്രമം നടത്തിയിട്ടുണ്ട്. സ്വന്തത്തിന് മുന്നിൽ മരിച്ചവനും ദൈവത്തിന് മുന്നിൽ ജീവിക്കുന്നവനുമാണ് സൂഫി എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഒരു വ്യക്തി അള്ളാഹുവിനോടൊപ്പം അവന്റെ ഇംഗിതാനുസരം ഒഴുകുകയെന്ന് അബൂ മുഹമ്മദ് റുവൈ. സ്നേഹഭാജനത്തിന്റെ പടിവാതുക്കൽ അവൻ ആട്ടിക്കളഞ്ഞാലും ഭജനമിരിക്കുകയെന്ന് അബൂ അലിയിൽ റൗദസരി. ദൈവത്തിൽ വിലയം പ്രഖ്യാപിച്ച് അവനിൽ മാത്രം അവശേഷിക്കുമ്പോഴാണ് യഥാർത്ഥ സൂഫി പിറക്കുന്നതെന്ന് ജാമി. ഇങ്ങനെ വ്യത്യസ്തമായി പലരും നിർവചിച്ചെങ്കിലും അന്തർധാര ഒന്ന് തന്നെ: സ്വദേഹം വെടിഞ്ഞ് സൃഷ്ടാവിൽ സമർപ്പിതനാവുക. സമൂഹത്തിൽ നിന്നും സൂഫികൾ ഉണ്ടായിട്ടുണ്ട്. ആദിമ മനുഷ്യൻ മുതൽ പ്രവാചക കാലത്തിനു ശേഷം ഇന്ന് വരെയും അണുമുറിയാതെ ആ പ്രണയിനികളുടെ ചങ്ങല കോർത്തിണക്കി പോരുന്നുണ്ട്. അബ്ദുൽ ഖാദർ ജിലാനി, അഹമ്മദുൽ കബീർ റിഫായി, അഹമ്മദ് ബദവി, ഇബ്രാഹിം ദസൂക്കി എന്നീ മഹത്തുക്കളുടെ ഖാദിരിയ, റിഫായിയ, ബദവിയ, ദസൂക്കിയ തുടങ്ങിയവയും സുഹറവർദിയ, നക്ഷബന്ദിയ, ജലാലുദ്ദീൻ റൂമിയുടെ മൗലവിയ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ഇലാഹിയിലേക്ക് ചേരാൻ സ്ഫുടം ചെയ്തെടുക്കാനുള്ള ചില ആത്മവൈകളാണ്. ഇവരിൽ തുടക്കം കുറിക്കപ്പെട്ടതല്ല സൂഫിസം. സ്വഹാബാക്കളും താബീങ്ങളും എല്ലാം സൂഫികളാൽ സമ്പന്നമായിരുന്നു. എന്നാൽ ഭൗതികത തൊട്ട് തീണ്ടാത്ത അക്കാലത്തുള്ളവരിൽ ഭൂരിപക്ഷവും സൂഫികളായതിനാൽ പ്രത്യേക പേരിൽ അറിയപ്പെട്ടില്ലെന്ന് മാത്രം. എന്നാൽ പിൽക്കാലത്ത് പലരും ഭൗതികതയിൽ മുങ്ങി മുസ്ലിങ്ങളിൽ സ്ഥാനമോഹികളും പുത്തൻവാദികളും പിറവിയെടുത്തു. പണ്ഡിതരെന്ന് പറയുന്നവർ തന്നെ മതത്തെ വിൽക്കുന്ന സാഹചര്യമുണ്ടായി. തത്സമയം ഇലാഹി തൃപ്തിയിലൂടെ മാത്രം കടന്നു പോകുന്ന ന്യൂനപക്ഷത്തെ സൂചിപ്പിക്കാൻ സൂഫി എന്ന പദം ഉപയോഗിച്ചു തുടങ്ങി. സൂഫികളുടെ ലോകം വിശാലമാണ്. അവർ ഇലാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ ലോകത്തുള്ളതെല്ലാം അവന്റെ വുജൂദിന്റെ മദ്ഹറുകൾ, പ്രകടനങ്ങൾ മാത്രമാണെന്ന് ബോധ്യപ്പെട്ടു. അവരെല്ലാത്തിനെയും സ്നേഹിക്കാൻ തുടങ്ങി. സൃഷ്ടാവിന്റെ ഒരു സൃഷ്ടിയും കഷ്ടപ്പെടരുതെന്നും എല്ലാവർക്കും നന്മ ലഭിക്കണമെന്നും സുൽഹോക്കുൽ മനസ്സിന്റെ വ്യാപ്തി കൈവരിച്ചു. ഷേഖ് കുഷ്ഠം ബാധിച്ച നായയെ ആഴ്ചകളോളം പരിചരിച്ചതും കുപ്പായത്തിൽ പൂച്ച ഉറങ്ങിയപ്പോൾ കൈമുറിച്ച് നമസ്കാരത്തിന് പോയി തിരിച്ചു വന്ന് തുന്നിച്ചേർത്തതും ഇതിനാലാണ്. തന്റെ മേൽ വന്നിരിക്കുന്ന കൊതുകിനെ പോലും കൊല്ലാതെ സുഖകരമായി രക്തം കുടിക്കാൻ അവസരം ചെയ്തു കൊടുക്കുന്നവരാണവർ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ. ഹിംസിക്കാനോ വെറുപ്പും വിദ്വേഷവും പുലമ്പി നടക്കാനോ കഴിയില്ല. സൂഫികളുടെ ഹൃദയം എപ്പോഴും ശാന്തമായൊഴുകുന്ന നദിയായിരിക്കും. ഹൃദയത്തിന് ഭൗതികതയുമായി ബന്ധമില്ലാത്ത പദ്യത്യാഗാവസ്ഥ കരഗതമായതിനാൽ തന്നെ കാമമോഹങ്ങളോ മോഹഭംഗത്തിനുമേൽ വരുന്ന ദുഃഖഭാവ പ്രകടനങ്ങളോ അവരിൽ പ്രകടമാകില്ല. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചാൽ പിന്നെ ദൈവം തരുന്നതെല്ലാം ഔദാര്യമെന്ന നിലയ്ക്ക് തൃപ്തിപ്പെടാൻ അവർക്കാവും. മാനസിക സമ്മർദ്ദങ്ങളിൽപ്പെട്ട് സൈക്കോളജിസ്റ്റുകളെ തിരഞ്ഞു പോകേണ്ട ഗതി ഇവർക്കില്ല. അറിയുക, ദൈവസ്മരണ കൊണ്ടാണ് ഹൃദയശാന്തത എന്ന ഖുർആൻ വചനം അനുഭവിച്ചറിഞ്ഞവരാണവർ. ഇഹ്സാൻ കരഗതമാക്കൽ ഈമാനും ഇസ്ലാമിന്റെയും പൂർത്തീകരണത്തിന് അനിവാര്യമായതിനാൽ നാം ഏവരും ഇഖ്ലാസിലൂടെ അല്പല്പമായെങ്കിലും സൂഫി ലോകത്തിന് പ്രവേശിച്ചേ പറ്റൂ. ജന്മസാക്ഷാത്കരമായ ഓരോരുത്തരുടെയും ആത്മാവിന് അടിസ്ഥാന ലക്ഷ്യമായ സൃഷ്ടിച്ച ഇലാഹിലേക്കുള്ള അനന്തമായ പ്രവാഹം. ഭൗതിക പ്രണയങ്ങളെയെല്ലാം വഞ്ചനയിൽ പൊതിഞ്ഞ 1000 വിരഹത്തിൻ കൈപ്പുനീർ തരുമ്പോൾ ഒരിക്കലും ചതിക്കില്ലെന്നുറപ്പുള്ള സൂഫികളുടെ ഇലാഹി പ്രണയത്തിൽ നമുക്ക് അഭയം കണ്ടെത്താം. മഹാനായ സൂഫി ദാർശനികൻ ഫരീദുദ്ദീൻ അത്തർ ഒരു പദ്യത്യാഗിയുടെ സ്വപ്നം വിവരിക്കുന്നുണ്ട്. സ്വപ്നം ഇങ്ങനെയാണ്: ഇതുവരെ പിറന്നവരും ഇനി പിറക്കാനുള്ളവരുമായ മുഴുവൻ മനുഷ്യരെയും പടച്ചവന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അവസരം നൽകിക്കൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ ദൈവം നിരത്തുകയാണ്. ദൈവം ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കാണ് ലൗകിക ആഗ്രഹങ്ങൾക്കെല്ലാം പൂർത്തീകരണം വേണ്ടത്? അവിടെ കൂടിയവരിൽ 90% അത് തിരഞ്ഞെടുത്തു. അവരോട് പിരിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ട ശേഷം രണ്ടാമതായി ദൈവം ചോദിച്ചു, ആർക്കാണ് നരകശിക്ഷയിൽ നിന്ന് രക്ഷ വേണ്ടത്? ശേഷിക്കുന്നവരിൽ 90% അതും തിരഞ്ഞെടുത്തു. ബാക്കിയുള്ളവരോട് ദൈവം ചോദിക്കുന്നത് സ്വർഗം വേണ്ടവർ ആരാണ് എന്നാണ്. മുന്നോട്ട് വന്നവർക്ക് ദൈവം സ്വർഗവും നൽകി.
എല്ലാം കഴിഞ്ഞ് അവിടെ വളരെ ചുരുക്കം ചിലർ കൂടി ബാക്കിയുണ്ട്. ഭൗതിക തൃഷ്ണങ്ങളോ നരകത്തീയോ സ്വർഗത്തിലെ സുഖങ്ങളോ അവരെ പ്രലോഭിച്ചില്ല. ഇത്തവണ ഇടിമുഴക്കം പോലെയാണ് ചോദ്യം വന്നത്. നിങ്ങൾക്ക് ഞാൻ നരകത്തിൽ നിന്ന് രക്ഷ വാഗ്ദാനം ചെയ്തു, നിങ്ങൾക്കത് വേണ്ട. സുഖലോക സ്വർഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു, അതും നിങ്ങൾ നിരസിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? വിനയത്തോടെ തല താഴ്ത്തി അവർ പറഞ്ഞു, നീ മാത്രമാണ് ഞങ്ങൾ. ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയുന്നവൻ. സൂഫികൾ എല്ലാത്തിനും മുകളിൽ നരകത്തിനും സ്വർഗീയ സുഖങ്ങൾക്കുമെല്ലാം മീതെ ദൈവത്തെയാണ് തേടുന്നത്. തീക്ഷ്ണമായ പ്രണയത്തോടെ അവർ ദൈവത്തോട് മനം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും മുനാജാത്ത് എന്ന് വിളിക്കുന്ന സ്വകാര്യ സംഭാഷണങ്ങളിലൂടെ അവനോട് സംവദിക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാത്തിനും അപ്പുറം ദൈവത്തെ തേടുന്ന, ദൈവത്തിൽ നിന്ന് സൃഷ്ടികളുടെ നേർക്ക് പ്രവഹിക്കുന്ന സ്നേഹത്തിന്റെ പാതയിലൂടെ ചുരുക്കം ചിലരുടെ സ്നേഹമന്ത്രണങ്ങളാണ് മദ്ഹബെ ഇഷ്കിന്റെ ഉള്ളടക്കം. പരലോകത്ത് വെച്ച് പടച്ചവനെ മുഖാമുഖം കാണാനാകുമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ വളരെ അക്ഷരമാണ് ഈ സൂഫികൾ. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ അവനെ കണ്ടുമുട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ തീവ്ര സ്നേഹത്തിന്റെ ഇഷ്കിന്റെ പാതയിലൂടെ സഞ്ചരിച്ച സൂഫികളുടെ, കവികളുടെ, പ്രണയിനികളുടെ കവിതകളും അധ്യാപനങ്ങളും, അഥവാ ഈ ലോകത്ത് വെച്ചു തന്നെ പടച്ചവനെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹങ്ങളുടെ ആത്മീയ ഉന്നതിയുടെ പൊരുളുകളാണ് മദ്ഹബെ ഇഷ്കിൽ നമുക്ക് കാണാനാവുക. മുസ്ലിം ചിന്തകളുടെ അടിത്തട്ടിൽ നിന്ന് രൂപം കൊണ്ട കാവ്യഭാഷയിലൂടെ ഉടയവനെ നോക്കിക്കാണുന്ന ആത്മീയ പാതയെ ആണ് മദ്ഹബെ ഇഷ്ക്, അറബിയിൽ മദ്ഹബ് അൽ ഇഷ്ക് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആ മൊഴിമാറ്റം അപര്യാപ്തമാണ് എന്നതാണ് യഥാർത്ഥ്യം. കാരണം പ്രണയം എന്ന വാക്ക് സ്നേഹത്തിന്റെ ദൈവിക ഗുണങ്ങളോട് നീതി പുലർത്താത്ത തരത്തിൽ വിരസവും സർവ്വസാധാരണവുമാണ്. അതിനാൽ ഇഷ്ക് എന്നാണ് സൂഫികൾ സ്നേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അതാകട്ടെ കുറച്ചുകൂടി ദീപ്തമാണ്. അവരിൽ നിന്ന് ഉറവയെടുത്ത് പലയിടങ്ങളിലേക്കായി പ്രവഹിക്കുന്ന സ്നേഹത്തിന്റെ നൈരാന്തര്യമാണത്. ഏത് പാത്രത്തിൽ നടന്നാലും ആ സ്നേഹം നിറഞ്ഞൊഴുകും. പ്രശസ്ത ജാസ് സംഗീതജ്ഞൻ ജോൺ കോർഡൻ പറഞ്ഞത് അതുന്നതമായ സ്നേഹത്തിന്റെ പാതയാണിത് എന്നാണ്. അനേകം ജാസ് സംഗീതജ്ഞരെ പോലെ കോൾഡ്രെയിനും ഇസ്ലാമിനോട് അഗാധമായ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്ത ഗാനമായ ഐ ലവ് സുപ്രീം എന്നത് അല്ലാഹ് സുപ്രീം എന്നായി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സൂഫികൾ സംസാരിക്കുന്ന ഈ തീവ്ര പ്രണയത്തിന്റെ പാത മദ്ഹബെ ഖുദ അഥവാ ദൈവത്തിന്റെ പാത തന്നെയാണ്. മൻസൂർ അൽ ഹല്ലാജൂൻ ഐനുൽ ഖുലാത്തൂൻ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അഥവാ ഈ തീവ്ര പ്രണയത്തിന്റെ പാതയാണ് ദൈവത്തിലേക്ക് നയിക്കുന്നതും ദൈവത്തിന്റെ പാതയും ഇസ്ലാമിക നിയമധാരകളെല്ലാം അവയുടെ രീതിശാസ്ത്ര രൂപപ്പെടുത്തിയ വലിയ പണ്ഡിതന്മാരുടെ നാമധേയത്തെയാണ് നിലകൊള്ളുന്നത്. ഇമാം ഷാഫിയുടെ ഷാഫി മദ്ഹബും ഇമാം അബൂ ഹനീഫയുടെ ഹനീഫി മദ്ഹബും ഒക്കെ അറിയപ്പെടുന്നത് പോലെ. പക്ഷെ മദ്ഹബെ ഇഷ്ക് എന്ന പ്രണയത്തിന്റെ പാത ഏതെങ്കിലും സൂഫിയുടെയോ പണ്ഡിതന്റെയോ നാമത്തിലല്ല. അതിനപ്പുറം അത് ദൈവത്തിന്റെ പാത എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇവിടെയാണ് കേവലം സൂചനാത്മകമായ പ്രണയ ദൈവികതയുടെ തന്നെ സത്തായ പരിണമിക്കുന്നതും രൂപാന്തരപ്പെടുന്നതും. ഒരു വസ്തു എത്രമാത്രം അമൂല്യമാണോ അത്രത്തോളം ആ വസ്തു വില കുറച്ച് കാണുകയും തരം താഴ്ത്തുകയും ചെയ്യപ്പെടാറുണ്ട്. സ്നേഹമെന്ന പ്രാപഞ്ചിക ദൈവിക ശക്തി തീരെ ചെറിയൊരു ഇടത്തിലേക്ക് ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നാം സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒരു തരം പൈങ്കിളി പ്രേമത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സൂഫികൾ പ്രണയമെന്നാൽ പ്രകാശമാണ്. ആയിരക്കണക്കിന് നിറത്തിലും രൂപത്തിലും അണപൊട്ടിയൊഴുകി ഒന്നിലേക്ക് ചേരുന്നതാണ് അവർക്ക് സ്നേഹം. സ്നേഹത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്. സ്നേഹത്തിനോട് അയൽവാസിയോട്, മക്കളോട്, രക്ഷിതാക്കളോട്, കാമുകിയോട്, സ്വന്തത്തോട്, പ്രകൃതിയോട്, കാണുന്നതിനോടും കാണാത്തതിനോടും എല്ലാം പ്രണയമുണ്ട്. എന്നാൽ സൂഫികൾക്ക് സ്നേഹമെന്നാൽ തീനാളമാണ്. ദേഷ്യം, അഹങ്കാരം, സ്വാർത്ഥത തുടങ്ങിയവയെല്ലാം കരച്ചുകളഞ്ഞ് ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവമല്ലാത്ത മറ്റൊന്നിനെയും നമ്മിൽ ശേഷിപ്പിക്കാത്ത തീനാളം. ഈ സൂഫികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തെ അറിയണമെങ്കിൽ സൃഷ്ടാവിനെ അറിയേണ്ടതുണ്ട്. ദൈവത്തെ അറിയണമെങ്കിൽ നാം നമ്മുടെ ഉന്മയുടെ നിഗൂഢതകൾ അറിയേണ്ടതുണ്ട്. ഈ ഉന്മയുടെ രഹസ്യ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഖുദ്സിയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തെ മറക്കപ്പെട്ട നിധിയായി വിശദീകരിക്കുന്ന ഈ ഹദീസാണ് സൂഫി സരണികളുടെ അടിസ്ഥാന തത്വം.
ദൈവത്തെ മറക്കപ്പെട്ട നിധിയായി വിശദീകരിക്കുന്ന ഈ ഹദീസാണ് സൂഫി സരണികളുടെ അടിസ്ഥാന തത്വം. ഞാൻ മറഞ്ഞുകിടക്കുന്ന ഒരു നിധിയായിരുന്നു. അങ്ങനെ ഞാൻ ഗാന്ധമായി അറിയപ്പെടുന്നതിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിച്ചു, നിങ്ങളെന്നെ അടുത്തറിയാൻ വേണ്ടി. സ്നേഹം ഒരു വികാരമോ അല്ലെങ്കിൽ തോന്നലോ എന്ന നിലക്കല്ല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത്തരം ഘടകങ്ങളെല്ലാം അതിൽ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും മറിച്ച് ഉണ്മയുടെ മണ്ഡലത്തിലേക്കുള്ള അള്ളാഹുവിൻ്റെ തുറന്ന പ്രകടനമാണ് സ്നേഹം. സ്നേഹത്തിലൂടെയാണ് അവൻ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇതേ സ്നേഹത്തിലൂടെയാണ് നാം നിലനിൽക്കുന്നത്. പ്രപഞ്ചത്തിന്റെ സ്നേഹപ്രവാഹവുമായി ലയിക്കുമ്പോഴാണ് നാം പടച്ചവനിലേക്ക് തിരികെ ചേരുന്നത്. ഈ ഹദീസിൽ പടച്ചവൻ അത്യന്തം സൗഹൃദപരമായ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. ശ്രേഷ്ഠതയുടെ സർവനാമമായ അവൻ, ഹുവ രാജകീയതയുടെ നമ്മൾ, നഹ്നു എല്ലാം ഉപയോഗിക്കുന്നതിന് പകരം ആയത്തിൽ സ്പർശിക്കുന്ന അന ആണിവിടെ പ്രയോഗിച്ചത്. ഞാൻ മറയിക്കപ്പെട്ട നിധിയായിരുന്നു. മുകളിൽ പറഞ്ഞ ഞാൻ വളരെ അടുത്തറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടു എന്നത് ദൈവിക ചോദനങ്ങളുടെ പ്രകടിപ്പിക്കലായി ഇങ്ങനെ വായിക്കപ്പെടുന്നു: ഞാൻ സ്നേഹിച്ചു, ഉത്കടമായി ആഗ്രഹിച്ചു, ഞാൻ അഗാധമായി അറിയപ്പെടാൻ അഭിലഷിച്ചു. ചില സൂഫികളുടെ അഭിപ്രായത്തിൽ അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനുമുള്ള ദൈവത്തിന്റെ അഭിലാഷത്തെ സൂചിപ്പിക്കുന്ന അഹ്ബബ്തു എന്ന പദം വരുന്നത് കുമിള എന്ന അർത്ഥം വരുന്ന ഹുബാബ് എന്ന പദത്തിൽ നിന്നാണ്. അഥവാ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം ദൈവത്തിൽ നുരഞ്ഞു പൊങ്ങുന്നു എന്നതുപോലെയാണ്. ഈ നിറഞ്ഞു പൊന്തുന്ന സ്നേഹം വളർന്നു പൊട്ടുന്നതോടെയാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. അറിയപ്പെടാനുള്ള ആഗ്രഹത്തിന്റെ ഒരു മഹത്തായ പ്രണയ വിസ്ഫോടനം എന്ന് പറയാം. അറബി ഭാഷയിൽ അറിയുക എന്നതിന് ഒരുപാട് പദങ്ങളുണ്ട്. പക്ഷേ ഉരിഫ എന്ന പദമാണ് ഈ ഹദീസിൽ ഉപയോഗിച്ചത്. ആയത്തിൽ അറിയുക എന്നതാണ് ഈ പദം അർത്ഥമാക്കുന്നത്. വ്യാവഹാരികമായ ഭൗതികമായ തണുത്ത അറിവല്ല അവൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മുടെ അസ്ഥിക്ക് പിടിക്കുന്ന അനന്തമായ പ്രണയത്തെയാണ്. ദൈവ മനുഷ്യനോട് മന്ത്രിക്കുന്നു, ഞാൻ രുചിക്കപ്പെടാൻ ആഗ്രഹിച്ചു. ഇവിടെ പറയുന്ന അറിവ് കുറച്ചുകൂടി ആയം നിറഞ്ഞതും ഗാഢവുമാണ്. ഹൃദയാന്തരങ്ങളിൽ നമ്മെ മനുഷ്യനാക്കി തീർക്കുന്ന എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്നത് ഈ അറിവാണ്. ഇസ്ലാമിന്റെ പ്രാരംഭ നൂറ്റാണ്ടുകളിൽ സൂഫികൾ സ്നേഹത്തെ രണ്ടായി തരം തിരിച്ചിരുന്നു: ഇഷ്കെ ഹക്കീക്കി അഥവാ യഥാർത്ഥ പ്രണയം എന്ന് ദൈവത്തിന് മാത്രമായി സമർപ്പിക്കുന്ന പ്രണയത്തിനു ഇഷ്കെ മജാസി അഥവാ ആലങ്കാരിക പ്രണയമെന്ന് മനുഷ്യർക്കിടയിൽ പങ്കുവെക്കപ്പെടുന്ന സ്നേഹത്തിനും അവർ വിളിച്ചു പോന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പടച്ചവനോട് പ്രണയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യരോടുള്ള പ്രണയങ്ങൾ കേവലം ആലങ്കാരിക മാത്രമായിരുന്നു. ദൈവിക പ്രണയമെന്ന സംഗീതം ആരംഭിക്കും മുമ്പ് നാം മാനുഷിക പ്രണയമെന്ന അക്ഷരമാല പരിചയിക്കേണ്ടതുണ്ട് എന്നതുപോലെയാണ് ഗാന്ധമായ പ്രണയത്തിന്റെ വാഗ്ദാക്കളായ സൂഫികളുടെ പാത പ്രത്യക്ഷമായതോടെ ഇതെല്ലാം മാറിമറിഞ്ഞു. അത്യാന്തികമായി ഒരു പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് അറിയാമായിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിലും ഇന്നും അന്നും എന്നും കൂടിച്ചേരലുകൾ നടക്കുന്ന ഈ നിറഞ്ഞൊഴുകുന്ന പ്രണയത്തെയാണ് സുന്ദരമായ ഒരു കവിതയിലൂടെ മൗലാന റൂമി വരച്ചിടുന്നത്. നോക്കൂ, പ്രണയം പ്രണയിനികളെ ചേർക്കുന്നത് കാണൂ. ആത്മാവ് ശരീരത്തോട് ചേരുന്നത് എത്ര കാലം നീ ജീവിതത്തെ അതും ഇതും നല്ലതും ചീത്തയുമായി വേർതിരിച്ച് കാണും. അതും ഇതും എല്ലാം എങ്ങനെ കൂടിക്കലർന്നു നിൽക്കുന്നു എന്ന് നോക്കൂ. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കവിയാണ് ജലാലുദ്ദീൻ റൂമി. വിശാലമായ വൈജ്ഞാനിക മേഖലകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കവിതകളുടെ ഉടമയാണ് അദ്ദേഹം. തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനോടുള്ള അടങ്ങാത്ത പ്രണയം അദ്ദേഹം തൻ്റെ വരികളിൽ കൃത്യമായി ആവിഷ്കരിക്കുന്നുണ്ട്. വരികളുടെ ആശയവ്യാപ്തി തിരിച്ചറിയാതെ റൂമി കവിതകൾ പലപ്പോഴും കാമഭ്രാന്തി എഴുത്തുകളിൽ മാറ്റുകൂട്ടാനായി എത്താറുണ്ട്. സൂഫിസം കാമഭ്രാന്തിലും മറ്റും ആധാർമിക മനോഭാവങ്ങളിലും അധിഷ്ഠിതമായ ഒന്നാണെന്ന് വരുത്തി തീർക്കാൻ റൂമി പോലുള്ള സൂഫികളെയും അവരുടെ കവിതകളെയും ഉപയോഗപ്പെടുത്താറുണ്ട്. പേർഷ്യൻ ചിന്തകൾ പാൽ വാഷയാവിബ തൻ്റെ ലേഖനത്തിൽ വൈറ്റ് വാഷ് റൂമി എന്ന പ്രയോഗം നടത്തുന്നത് കാണാം. റൂമി പോലുള്ള സൂഫി കവികളുടെ അക്ഷരങ്ങളെ മാത്രം അടർത്തിയെടുത്ത് ആശയങ്ങളും സന്ദർഭങ്ങളും ഒളിപ്പിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് സൂഫിസത്തെ വിലയിരുത്തുന്ന പൊതുസമൂഹത്തെയാണ് അദ്ദേഹം തൻ്റെ പ്രയോഗത്തിലൂടെ വിമർശിക്കുന്നത്. ഒട്ടനവധി സോഷ്യൽ മീഡിയ സാഹിത്യകൃതികൾ വായിക്കുന്നതിനിടയിൽ പൊതുസമൂഹം റൂമിയെയും സൂഫിസത്തെയും വിലയിരുത്തുന്നത് കണ്ട് തൻ്റെ പ്രണയം സഫലമാക്കാൻ സൂഫി കവിതകൾക്ക് സാധിക്കുമെന്ന് പോലും പലരും ധരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
പാന്തിസം സിദ്ധാന്തമാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനം. പ്രപഞ്ചനാഥനിൽ വലയം ചെയ്തു എല്ലാം അർപ്പിച്ചുള്ള ജീവിത രീതികളാണ് പാന്തിസം മുന്നോട്ട് വെക്കുന്നത്. മറ്റുള്ള ചിത്രങ്ങളും ചിന്തകളും സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തി ജീവിക്കുകയാണ് സൂഫികൾ ചെയ്യുന്നത്. തൗഹീദിന്റെ ഉന്നത വിധാനമാണ് സൂഫിസം എന്നാണ് അബൂബക്കർ ഷിബിലി റളിയല്ലാഹു അൻഹു സൂഫിസത്തെ നിർവചിക്കുന്നത്. വിശാലമായ ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്ന് സൂഫികൾക്ക് പുറത്തു കടക്കാനാവില്ല എന്ന് സാരം. അബുൽ ഹസൻ അൽ നൂഹി എന്നവരുടെ നിർവചനവും വ്യത്യസ്തമല്ല. മാനുഷിക മാലിന്യങ്ങളിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനമാണ് സൂഫിസം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർവചനം. ഇസ്ലാമിൽ വെറുക്കപ്പെട്ടതാണ് മാനുഷിക മാലിന്യങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂഫിസത്തിന്റെ ലബേലിൽ ഇന്ന് വരച്ചുകൊണ്ടിരിക്കുന്ന പലതും യഥാർത്ഥ സൂഫിസവുമായി വലിയ അന്തരമുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. തിരുനബിയുടെയും സുഹാബത്തിൻ്റെയും ശേഷമുള്ള താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ സൂഫിസം പിറവി കൊണ്ടില്ല. സൂഫിസം പൂർണ്ണ ഇസ്ലാമിക മനോഭാവത്തിൽ ഉള്ളതായിട്ടും ഉത്തമ നൂറ്റാണ്ടിൽ അത് പിറക്കാതെ പോയതെന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരാറുണ്ട്. ഇത്തരം വ്യക്തമാണ്. ഭൗതിക കാരണങ്ങൾ പ്രപഞ്ചനാഥനെ പ്രണയിക്കുന്നതിൽ തടസ്സമാവരുത് എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് സൂഫിസം പിറവി കൊള്ളുന്നത്. ഉത്തമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യക്തിചലിക്കാൻ സ്വശരീരത്തെ സമ്മതിക്കുമായിരുന്നില്ല. ശേഷമുള്ള കാലഘട്ടങ്ങളിൽ സാഹചര്യങ്ങൾ പ്രതികൂലമാവുകയും ഭൗതിക കാര്യങ്ങൾ സൃഷ്ടാവിനോടുള്ള പ്രണയത്തിന് തടസ്സമാവുകയും ചെയ്തപ്പോൾ സൃഷ്ടാവിനോടുള്ള അഗാധമായ പ്രണയത്തിന് തിരികൊളുത്തി സൂഫിസം പ്രയാണം ആരംഭിക്കുകയായിരുന്നു. വിശ്വാസിയുടെ അവിഭാജ്യ ഘടകമായ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നിവയിൽ അധിഷ്ഠിതമായ സൂഫിസം ലോകത്തെ വളർന്നു പന്തലിച്ചു. സൂഫിസം എന്ന മഹത്തായ ആശയം കൊണ്ട് ലോകത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുമെന്ന് കണ്ടെത്തലുകൾ. ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളായ കുടിയേറ്റവും വംശീയ വിദ്വേഷവും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സൂഫിസത്തിന് സാധിക്കും. സൃഷ്ടാവിനോടുള്ള പ്രണയബോധത്തിൽ അവർക്ക് തീവ്രദേശീയത അംഗീകരിക്കാനാവില്ല. തുടർന്നുണ്ടാവുന്ന കുടിയേറ്റവും സൂഫിസവും സൂഫികൾ അംഗീകരിക്കില്ല. കൃത്യവും വ്യക്തവുമായ ധാർമ്മിക ആദർശങ്ങളെ മുറുകെ പിടിക്കാനാണ് സൂഫിസം എക്കാലവും ശ്രമിക്കുന്നത്. ജീവിതത്തിലെ സകല മേഖലകളിലും തഖ്വയും ആത്മാർത്ഥതയും കൊണ്ട് ഹർഷപുളകിതമാക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത പദവി കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രസിദ്ധനും പ്രമുഖനുമായ ആത്മീയ ചക്രവാളത്തെ പ്രഫുല്ലമാക്കിയ സൂഫിവര്യനും ഷിർക്കിൻ്റെ കോട്ടകൊത്തളങ്ങളെ തൗഹീദിൻ്റെ പടവാൾ കൊണ്ട് തകർത്തെറിഞ്ഞവരാണ് ഷെയ്ഖ് അജ്മൽ ഖ്വാജ ചിശ്തി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കേൾക്കാത്തവർ ആത്മീയത കൊതിക്കുന്നവരിൽ ഉണ്ടാവില്ല. ഇന്ത്യയുടെ സുൽത്താനായി മഹാൻ ഇന്നും ആത്മീയമായി ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായി പുരോഗതി നേടിയവർക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത് മഹാനുഭവന്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് അജ്മർ തങ്ങളുടെ ജന്മവർഷത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ചരിത്ര പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായ പ്രകാരം ഹിജ്റ 537 റജബ് 14 തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ്. എന്നാൽ ജനന തീയതിയിൽ പലവിധ അഭിപ്രായക്കാരുമുണ്ട്. മൊയ്നുദ്ദീൻ ഹസൻ എന്നതാണ് മഹാനവറുകളുടെ യഥാർത്ഥ നാമം. മൊയ്നുദ്ദീൻ എന്നാണ് ശരിയായ നാമമെന്നും ഹസൻ എന്നത് ഓമനപ്പേരുമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആധ്യാത്മിക സരണികളിലൊന്നായ ജിസ്തി ത്വരീഖത്തിൽ അംഗമായതിനാൽ പേരിടിനോടൊപ്പം ജിസ്തി എന്നുകൂടി ചേർത്ത് വിളിക്കപ്പെടുന്നു. ഷെയ്ഖ് അജ്മീരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു. മഹാനവറുകൾക്ക് 9-ാം വയസ്സിൽ തന്നെ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി. പിന്നീട് സഞ്ചലിലെ ഒരു മതപഠനശാലയിൽ ചേർന്നു. തുടർന്ന് തഫ്സീർ, ഹദീസ്, ഫിഖ് തുടങ്ങിയ ഇസ്ലാമിക വിഷയങ്ങൾ പഠിച്ചു. അധികം വൈകാതെ തന്നെ 2 വർഷത്തിനുള്ളിൽ സ്വന്തം മാതാവും വിട പറഞ്ഞു. ഒരു ദിവസം ഒരു സൂഫി വര്യൻ തോട്ടത്തിലേക്ക് കടന്നു വന്നു. ആ സമയം ഷെയ്ഖ് അജ്മീർ തങ്ങൾ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോട് സ്വീകരിച്ചിരുത്തി. പിന്നീട് മഹാനവറുകൾ തോട്ടത്തിൽ നിന്ന് കുറച്ച് മുന്തിരിക്കുലകൾ പറിച്ചെടുത്ത് അദ്ദേഹത്തിന് നൽകി. സന്തോഷം അദ്ദേഹം അത് ഭക്ഷിച്ചു. ഷെയ്ഖിന്റെ സ്വീകരണത്വത്തിൽ അതീവ സംതൃപ്തനായ സൂഫി സഞ്ചി തുറന്ന് എന്തോ ഭക്ഷ്യസാധ്യമെടുത്ത് പല്ലുകൊണ്ട് കടിച്ചു മുറിച്ച് ഒരു കഷണം ഷെയ്ഖിന് നൽകി. മഹാനവറുകൾ ഇത് കഴിച്ചപ്പോഴേക്കും തന്നിൽ നിന്ന് വലിയ പ്രതിഫലനങ്ങൾ ദൃശ്യമായി. ആത്മീയ പ്രഭയിൽ മനസ്സകം പ്രകാശിച്ചു. തുടർന്ന് ഐഹിക വിരക്തിയിൽ പ്രചോദിതനായ തൻ്റെ സ്വന്തം തോട്ടവും മറ്റു അനന്ത സ്വത്തുക്കളും വിറ്റ് പാവങ്ങൾക്ക്, ദരിദ്രർക്കും ദാനം ചെയ്തു. ഷെയ്ഖ് അജ്മീരിയുടെ ആത്മീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ സൂഫി വര്യനുമായുള്ള കൂടിക്കാഴ്ച. ഷെയ്ഖ് ഇബ്രാഹിം കന്തോസി റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു ഈ സൂഫി വര്യൻ. പിന്നീട് മഹാനവറുകൾ ഒരുപാട് യാത്രകൾ നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഹജ്ജ് കർമ്മത്തിന് ശേഷം മദീനയിലെത്തി മസ്ജിദിൽ
ഖുബായിൽ ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഓ മൊയ്നുദ്ദീൻ, നിങ്ങൾ നമ്മുടെ ദീനിന്റെ സഹായിയാണ്. നിങ്ങൾ ഇന്ത്യയിലേക്ക് പുറപ്പെടുക. ജിഹാദിന് പുറപ്പെട്ട എൻ്റെ മക്കളിൽ ഒരാളായ സയ്യിദ് ഹുസൈൻ ബിനു ഇബ്രാഹിം അജ്മീർ രക്തസാക്ഷിയായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വിശ്വാസികളുടെ കരങ്ങളിലാണ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ യാത്ര ചെയ്ത് അവസാനം 40 അനുജന്മാരോടൊപ്പം ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അജ്മീറിലെത്തി. ആ സമയം അജ്മീർ ഭരണാധിപൻ പൃഥ്വിരാജ് ആയിരുന്നു. ഷെയ്ഖും സംഘവും നല്ലൊരു തണൽ വൃക്ഷമുള്ള സ്ഥലം വിശ്രമത്തിനായി തെരഞ്ഞെടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന്റെ പരിചാരകന്മാർ വന്നുകൊണ്ട് അവിടെ നിന്ന് മാറുവാൻ പറഞ്ഞു. ഷെയ്ഖും സംഘവും അവിടെ നിന്ന് മാറി ഒരു കുളിക്കരയിൽ മാറി താമസിച്ചു. പിന്നീട് അവിടെ നടന്ന് തീർത്ത വിവരണാതീതമായ സംഭവങ്ങളായിരുന്നു. ഹൃദയസ്തംഭമായ വാക്കുകളിലൂടെ മധുരം മൂറുന്ന ശബ്ദത്തിലൂടെ ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീർ റളിയല്ലാഹു അൻഹു ഇന്ത്യൻ ജനങ്ങൾക്ക് പുറമുള്ളവർക്കും നൽകിയ ഉപദേശ നിർദ്ദേശങ്ങൾ അതിമനോഹരവും ആകർഷവുമായിരുന്നു. വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, മഹദ് വചനങ്ങൾ, അമൂല്യ ഗ്രന്ഥങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ എന്നിവയുടെ വെളിച്ചത്തിലായിരുന്നു ജനങ്ങളെ ഇസ്ലാമിലേക്ക് മഹാനവറുകൾ ക്ഷണിച്ചിരുന്നത്. ജീവിതത്തിന്റെ വഴികളിലൂടെ വളരെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു ശരീരം മുഴുവൻ വാർദ്ധക്യം നൽകിയ ക്ഷീണമുണ്ടായിരുന്നു. പിന്നീടുള്ള സംഭാഷണവും പ്രവർത്തന രീതിയും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവസാനം എല്ലാവരെയും സാക്ഷിയാക്കി ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ദൈവഭയം കൊണ്ടും ആത്മശുദ്ധി കൊണ്ടും ജനസേവനം കൊണ്ടും സൽക്കർമ്മങ്ങൾ തുടങ്ങിയ ഉത്കൃഷ്ട സ്വഭാവങ്ങൾക്ക് പ്രചോദനം നൽകിയ മഹാനവറുകൾ ഒരു ഇശാ നമസ്കാരാന്തരം സ്വകാര്യ മുറിയിൽ കയറി വാതിലടച്ചു. ആരും അകത്ത് കടക്കരുതെന്ന് നിർദ്ദേശിച്ചു. സുബഹിയുടെ സമയമായി. ഷെയ്ഖ് വാതിൽ തുറക്കാതെ കണ്ടപ്പോൾ ഖാദിമുകൾ വാതിൽ തുറന്ന് കയറി. ഷെയ്ഖിന്റെ മൃതശരീരമാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഹിജ്റ 633 റജബ് 6 തിങ്കളാഴ്ചയായിരുന്നു ഖ്വാജ മൊയ്നുദ്ദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായത്. 97 വയസ്സായിരുന്നു മഹാന്റെ ഏകദേശപ്രായം. ഇസ്ലാമിക ആധ്യാത്മിക ദർശനത്തിന്റെ പ്രഭ പരത്തി അതുല്യ ജ്യോതിസായിരുന്ന ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി 12ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബഗ്ദാദിൽ ജീവിച്ച് മഹാത്മാവിനെ കുറിച്ചുള്ള ഓർമ്മകളും ഷെയ്ഖിന്റെ പേരിൽ അറിയപ്പെട്ട ആധ്യാത്മിക ശൃംഖലയായ ഖാദിരിയ ത്വരീഖത്തും ഈ 21ാം നൂറ്റാണ്ടിലും ജ്വലിച്ചു നിൽക്കുന്നു എന്നത് തന്നെ ആ പ്രബോധക ജീവിതത്തിന്റെ ആയുവും വലിപ്പവും മനസ്സിലാക്കി തരുന്നുണ്ട്. ഇറാനിൽ കാസ്പിയൻ കടൽക്കരയോട് ചേർന്നുള്ള ജീലാനിലാണ് ഷെയ്ഖിന്റെ ജനനം. ജന്മനാട്ടിലേക്ക് ചേർത്തിയാണ് ജീലാനി എന്ന് വിശുദ്ധനായ അറബി ഭാഷകളിൽ കൈലാൻ എന്നും ഈ സ്ഥലം വിളിക്കപ്പെടുന്നു. വളരെ മാതൃകാ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായി ശ്രേഷ്ഠമായ ഒരു പരമ്പരയിലാണ് ഷെയ്ഖ് ജനിക്കുന്നത്. പിതാവ് അബൂ സോലിഹ് മൂസ ജംഗി ദോസ്ത് ജീവിതത്തിൽ അതീവ സൂക്ഷ്മയും ഭക്തിയും പുലർത്തിയിരുന്ന സ്വാധികനായിരുന്നു. അക്കാലത്ത് അറിയപ്പെട്ട ആത്മീയ പുരുഷനായിരുന്നു ഷെയ്ഖ് അബൂ അബ്ദില്ല സൗമഈ റളിയല്ലാഹു അൻഹുയുടെ മകൻ ഉമ്മുൽ ഖൈം ഫാത്തിമയാണ് മാതാവ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു പിതാവിന്റെ 10ാമത്തെ വല്യുപ്പയാണ്. ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു മാതാവിന്റെ 12ാമത്തെ വല്യുപ്പയുമാണ്. അബൂ അബ്ദില്ല സൗമഈ റളിയല്ലാഹു അൻഹു തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് മുമ്പ് അബൂ സോലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം വ്യക്തിജീവിതവും പരിശോധിച്ചുറപ്പാക്കിയിരുന്നു. ഈ അനുഗ്രഹീത ദമ്പതികളുടെ മകനായി ജനിച്ച ഷെയ്ഖിന് അധികം വൈകാതെ പിതാവിനെ നഷ്ടപ്പെട്ടു. പിന്നീട് മാതാമഹൻ അബൂ അബ്ദില്ല സൗമഈ റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. മകന്റെ മതചിട്ടയിലും പഠനത്തിലും മാതാവും അതീവ ശ്രദ്ധ പുലർത്തി. അബൂ അബ്ദില്ല സൗമഈ റളിയല്ലാഹു അൻഹുയുടെ കുട്ടി എന്ന പേരിലാണ് ജീലാനിയിൽ അന്ന് വിളിക്കപ്പെട്ടിരുന്നത്. മുലക്കുടി പ്രായത്തിൽ തന്നെ അസാധാരണ പ്രവർത്തികൾ അനുഭവപ്പെട്ടതായി മാതാവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ റമദാനിൽ പകൽ മുലപ്പാൽ കുടിക്കാറുണ്ടായിരുന്നില്ല. അക്കാര്യം നാട്ടിൽ പരക്കുകയും മാസപ്പിറവിയെക്കുറിച്ച് സംശയം നിലനിന്ന സമയത്ത് കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായെന്ന് നാട്ടുകാർ സ്ഥിരീകരിച്ചതായും ചരിത്രത്തിൽ കാണുന്നു. ബാല്യത്തിൽ സമപ്രായക്കാരോടൊത്ത് അനാവശ്യമായ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നില്ല. വല്ല തിന്മകളിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അങ്ങോട്ട് പോകാതിരിക്കാനും ഒരു ഉൾവിളി ഉണ്ടായിരുന്നത്ര. അത്തരം സമയങ്ങളിൽ കൂട്ടുകാരിൽ നിന്ന് അകന്നു ഉമ്മയുടെ അടുക്കൽ ചെന്നിരിക്കുകയായിരുന്നു.
മദാമഹന്റെയും മതപരമായ ശിക്ഷണത്തിൽ എല്ലാ നന്മകളും പരിശീലിച്ചുകൊണ്ടും തിന്മകളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടും കുഞ്ഞു വളർന്നു. 10-ാം വയസ്സിൽ നാട്ടിലെ മതപാഠശാലയിൽ പഠനം ആരംഭിച്ചു. പഠനത്തിലും ജീവിതത്തിലും വേറിട്ട് നിന്ന കുട്ടിക്ക് മറ്റു വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത പരിഗണന ലഭിച്ചു. ജിലാൻ ഒരു കർഷക ഗ്രാമമായിരുന്നു. ഷെയ്ഖ് ഇടയ്ക്ക് കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കൂടുതൽ വിജ്ഞാനം ആർജിക്കാൻ നാട് വിട്ടുപോകാൻ മകനെ ജ്ഞാനവഴിയിൽ സമർപ്പിക്കാൻ ആ മാതാവ് വലിയ താല്പര്യം കാണിച്ചു. അങ്ങനെ തന്റെ 18-ാം വയസ്സിൽ 458-ലാണ് ഷെയ്ഖ് ബഗ്ദാദിലേക്ക് ദേശാടനം ചെയ്യുന്നത്. മാതാവ് വസ്ത്രത്തിനടിയിൽ സ്വർണ്ണ നാണയങ്ങൾ തുന്നിപ്പിടിപ്പിച്ചതും വഴിയിൽ കൊള്ളക്കാർ ചോദിച്ചപ്പോൾ നാണയങ്ങൾ എടുത്തുകൊടുത്ത് കൊള്ളക്കാരെ മനം മാറ്റിയതും സുവിദിതമാണല്ലോ. ബഗ്ദാദ് അന്ന് ഇസ്ലാമിക ഖിലാഫത്തിന്റെ തലസ്ഥാനമാണ്. എല്ലാ വിജ്ഞാനീയങ്ങളുടെയും കൈമാറ്റ കേന്ദ്രമായി ജ്വലിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഷെയ്ഖ് ബഗ്ദാദിലെത്തുന്നത്. ഇക്കാലത്ത് തന്നെയാണ് മഹാപണ്ഡിത തത്വജ്ഞാനിയുമായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ബഗ്ദാദിലെത്തുന്നത്. പിന്നീട് മരണം വരെ നീണ്ട 73 വർഷം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത് ഇവിടെയാണ്. പഠനകാലത്ത് പട്ടിണി നന്നായി അനുഭവിച്ച അദ്ദേഹത്തിന് വെള്ളവും ഇലകളും മാത്രം കഴിച്ച് വിശപ്പടക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസാധാരണ പ്രതിഭയായ വിദ്യാർത്ഥി എന്ന നിലയിൽ അന്നേ വിശ്രുതനായതുകൊണ്ട് പലപ്പോഴും പേര് വെളിപ്പെടുത്താനുകാരായ വിദ്യാർത്ഥി എന്നായിരുന്നു പലയിടത്തും പരിചയപ്പെടുത്തിയിരുന്നത്. അക്കാലത്തെ വിശ്രുത പണ്ഡിതന്മാരായ അബൂ സഈദ് അൽ മുബാറക് റളിയല്ലാഹു അൻഹു, അബൂ വഫാ ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു, അബൂ സരിയ തിബ്രീസി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഹസൻ അൽ ബാക്കില്ലാനി റളിയല്ലാഹു അൻഹു, അബൂ മുഹമ്മദ് ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ധാരാളം ഉന്നതരിൽ നിന്ന് അറിവ് നുകർന്നു. ഫിഖ്, ഹദീസ്, ഉലൂമുൽ ഖുർആൻ, ഇൽമുൽ ബലാഗ മുതലായ ജ്ഞാനശാസ്ത്രത്തിൽ ഉൽപ്പത്തി നേടി. ഗുരുക്കന്മാർ അധികവും ഹംബലി കർമ്മശാസ്ത്ര സരണി സ്വീകരിച്ചവരായിരുന്നു. അക്കാലത്തെ മുഴുവൻ ആത്മീയ പുരുഷന്മാരുടെയും ഗുരുവായി അറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് അബ്ദുൽ ഖൈർ ഹമ്മാദ് ബിൻ മുസ്ലിമുൽ ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചതോടെ എല്ലാ അർത്ഥത്തിലും ആത്മീയ ദർശനങ്ങൾക്ക് ചൈതന്യം നൽകാൻ ഒരു ചരിത്ര പുരുഷൻ പിറവികൊള്ളുകയായിരുന്നു. ആ അർത്ഥത്തിലാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ മതദർശനങ്ങൾക്ക് ജീവൻ നൽകിയവൻ എന്ന സ്ഥാനപ്പേരിൽ അർഹനാകുന്നത്. ജ്ഞാനാന്വേഷണത്തിന്റെ നൈരന്തരങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ആ മഹാസാഗരത്തിൽ നിന്ന് പിന്നീട് ഒരൊഴുക്കായിരുന്നു. ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും സമം ചേർത്തുകൊണ്ടുള്ള സുന്ദരമായ ഇസ്ലാമിന്റെ ലോകത്തിന് മുമ്പിൽ മഹാഗുരു ജീവിച്ചു കാണിച്ചു. പ്രഭാഷണവും രചനയും പ്രബോധന ഉപാധികളായി സ്വീകരിച്ചിരുന്നുവെങ്കിലും കേൾക്കുക, വായിക്കുക എന്നതിനപ്പുറം ഗുരുവിനെ അനുഭവിക്കുക എന്ന തലത്തിലായിരുന്നു ആശയവിനിമയം. സ്ഫടിക സമാനമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രോതാവിന്റെ ഹൃദയത്തിൽ ചെന്ന് തുറക്കും വിധമായിരുന്നു. ഹിജ്റ 521-ലാണ് ഷെയ്ഖിന്റെ പ്രഭാഷണ പരമ്പരയുടെ തുടക്കം. ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലായിരുന്നു പ്രസംഗങ്ങൾ. 3/4 ലക്ഷത്തോളം പേർ ഓരോ സദസ്സിലും തടിച്ചുകൂടി. പ്രസംഗം അവസാനിക്കും വരെ സദസ്സ് വിങ്ങിപ്പൊട്ടും. പലർക്കും ബോധാക്ഷയം സംഭവിക്കും. വ്യത്യസ്ത തുറകളിൽപ്പെട്ട ധാരാളം പേർക്ക് മനസ്സാന്തരമുണ്ടാക്കാൻ ഈ പ്രഭാഷണങ്ങൾക്കായി 5 ലക്ഷത്തോളം പേരാണ് പ്രഭാഷണങ്ങൾ കേട്ട് ഇസ്ലാമിന്റെ ശാദ്വല തീരത്തറിഞ്ഞത്. മതാധ്യാപനവും ഷെയ്ഖിന്റെ പ്രധാന സേവനവുമായിരുന്നു. തന്റെ ഗുരു അബൂ സൗദുൽ മുഹറമി റളിയല്ലാഹു അൻഹു സ്ഥാപിച്ച ബാബുൽ അസജിലെ മദ്രസയായിരുന്നു മഹാൻ അധ്യാപന കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. അബൂ സൗദുൽ മുഹറമി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് തന്നെ ഷെയ്ഖ് ദർസ് ആരംഭിക്കുകയുണ്ടായി. 521 മുതൽ 42 വർഷം മതാധ്യാപനം തുടർന്നു. ഫിഖ്, തഫ്സീർ, ഹദീസ് തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങളിലായിരുന്നു അധ്യാപനം. ഹംബലി, ഷാഫി മദ്ഹബുകളിൽ ഫത്വകൾ നൽകി ധാരാളം ശിഷ്യരെ വാർത്തെടുത്തു. പ്രധാന ശിഷ്യന്മാർ ഇവരാണ്: അബ്ദുല്ലാഹ് ഇബ്നു ഖുദാമ, തഖിയുദ്ദീൻ അബ്ദുൽ ഖയ്യിന്, മുഹമ്മദ് ബിൻ ലൈസ്, അബ്ദുല്ലാഹി തുയ്ഫ് ബിൻ മുഹമ്മദ്, അക്മൽ ബിൻ മസ്ഊദ്, ഷെയ്ഖ് അലി ബിൻ ഇദ്രീസ്. ഷെയ്ഖ് ബാഗ്ദാദിലെത്തിയ കാലത്ത് സാമൂഹ്യ ദുരാചാരങ്ങളോടൊപ്പം ബിദ്അത്തിന്റെ കടന്നുകയറ്റവും വ്യാപകമായിരുന്നു. ബാത്തിനുകളായിരുന്നു പ്രധാനമായും രംഗത്തുണ്ടായിരുന്നത്. അത്തരം മതവിരുദ്ധ ശക്തികൾക്കെതിരെ ആശയ പ്രതിരോധം സൃഷ്ടിക്കാനും
അവരെ പിഴുതുമാറ്റാനും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കാരണമായി. അത്തരം മതവിരുദ്ധ ശക്തികൾക്കെതിരെ ആശയ പ്രതിരോധം സൃഷ്ടിക്കാനും അവരെ പിഴുതുമാറ്റാനും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കാരണമായി. ദരിദ്രർക്കും അഗതികൾക്കും ഒപ്പമിരിക്കും, അവർക്ക് ഭക്ഷണങ്ങൾ സംഘടിപ്പിച്ചു നൽകും, അവരുടെ വസ്ത്രം അലക്കി കൊടുക്കും. രാജാക്കന്മാരുടെയും ധനികരുടെയും വാതിലുകൾ തേടി ചെന്നതേയില്ല. രാജാക്കന്മാരെ പ്രത്യേകമായി ആദരിച്ചില്ല. തന്നെ സന്ദർശിക്കാൻ രാത്രി സമയത്ത് വന്ന രാജാവിന് സുബഹി നിസ്കാരം കഴിയും വരെ കാത്തിരിക്കേണ്ട അനുഭവമുണ്ട്. അധികാര കസേരകളിലിരുന്നവരെ അനിവാര്യ ഘട്ടങ്ങളിൽ ധൈര്യസമേതം തിരുത്താൻ തയ്യാറായി. ഖലീഫ മുഖ്തഫിൽ അംറില്ല ക്രൂരനായൊരാളെ കാളിയായി നിയമിച്ചപ്പോൾ ജീലാനി റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യുകയും രാജാവിന് തീരുമാനം തിരുത്തേണ്ടി വരികയും ചെയ്തു. അക്കാലത്ത് ഭരണം നടത്തിയ മിക്ക അധികാരികളും ഗുരുവിന്റെ മഹത്യം ഉൾക്കൊണ്ടവരായിരുന്നു. ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന ഗുരു പലപ്പോഴും മരുഭൂമികളിലേക്ക് തനിച്ചു യാത്ര ചെയ്യും. അവിടെ ധ്യാനനിമഗ്നനായി കഴിച്ചുകൂട്ടി തിരിച്ചുപോയി ആത്മാവിനെ ചിട്ടപ്പെടുത്തുകയും ആത്മീയോർജം കൈവരിക്കുകയും ചെയ്തു. പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിദ്രാവിഹീനനായി അത്തരം സമയങ്ങളിൽ തല മണ്ണിൽ ചേർത്ത് വെച്ചാണ് വിശ്രമിച്ചിരുന്നത്. കമ്പിളി വസ്ത്രവും തലപ്പാവുമാണ് കൂടുതൽ ധരിച്ചത്. പകൽ ജ്ഞാനമാർഗത്തിൽ ചെലവഴിക്കുന്ന ശേഷ രാത്രി സിംഹഭാഗവും ആരാധനകളിൽ മുഴുകി ദീർഘനേരം സുജൂദിൽ പാരായണം ചെയ്ത് ഖുർആൻ ഖത്മുൽ പൂർത്തീകരിക്കും. ഖുത്ബുൽ അഖ്താബ് എന്ന ആത്മീയ വിലാസത്തിലാണ് ഗുരു വിശ്രുതനായത്. സൂഫി പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ പക്ഷാന്തരമില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന സൂഫി സരണിയാണ് ഖാദിരിയ തുരീഖത്ത്. ഗുരു പതിവാക്കി വന്ന ദിക്റുകളും ദുആകളും ജീവിതാചാര്യങ്ങളും ക്രോഡീകരിച്ച് ശിഷ്യന്മാർ വഴി കൈമാറിയ തുരീഖത്തിൽ അനേക ലക്ഷം സാധകന്മാർ കണ്ണിച്ചേർത്തിട്ടുണ്ട്. ഇന്നും ആ സരണി ലോകമാകെ ദീൻ പ്രഭ വിതറുന്നു. 561 റബീഉൽ ആഖിർ 10-നാണ് ഷെയ്ഖ് വഫാത്താകുന്നത്. 90 വയസ്സാണ്. 4 പതിറ്റാണ്ട് തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന ബാബുൽ അസജ്ജിലെ മദ്രസയുടെ മുറ്റത്ത് തന്നെയാണ് ഖബർ. ഇന്ന് ലോകത്തെ പ്രധാന സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ അസാധാരണ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൽ നിന്നായിരിക്കും. വ്യാപകമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ സഹായങ്ങൾ വഴി ഇന്നും ഷെയ്ഖ് ജീവിക്കുകയും ഖാദി മുഹമ്മദ് മലയാളികൾക്കിടയിൽ ഗുരുവിനെ ലളിതമായി പരിചയപ്പെടുത്തി ജനകീയത നേടിയ ശ്രദ്ധേയ കാവ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം മഹാന്മാരുടെയും അവൻ്റെ ഔന്മാരുടെയും ഹക്ക് ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.